ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ജൂൺ 2 എനർജിയാണ്, അതായത് മൺഡേ ഗൈഡൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. ഈ ഒരു റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പാൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്? താങ്ക് യു. താങ്ക് യു. ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലോട്ട് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻറ്റ്, ന്യൂസ്, ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം ഈ ഒരു ഇൻഫർമേഷൻ കൊണ്ടുവരുന്നത്. കുറച്ച് പേർക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങളുടെ ആഗ്രഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എനർജീസ് ആയിരിക്കാം വരുന്നുണ്ടാകുക. ഒത്തിരി ഏഞ്ചൽ ഗൈഡൻസും ഏഞ്ചൽ പ്രൊട്ടക്ഷൻ്റെ എനർജിയും കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, അതിനുള്ള എന്തെങ്കിലും ഉത്തരവും ആകാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സന്തോഷം നൽകുന്ന എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ഇന്നത്തെ ദിവസം കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. മ്യൂസിക് കുറച്ച് പേർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ആയിരിക്കാം. എന്തെങ്കിലും ഒരു ന്യൂ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം. കുറച്ച് പേർക്ക് ഇത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയും ആകാം. ഓക്കെ, അവിടെ നിന്നുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ഒരു കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി ഞാൻ പറഞ്ഞില്ലേ, ഇമോഷണലി നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്ന, പീസ്ഫുള്ളായിട്ട് നിർത്തുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് പറയുന്നത് ഈ ഒരു മൂമെൻറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, കുറച്ചും കൂടെ നിങ്ങളുടെ ഹെറിഡിറ്ററി, നിങ്ങളുടെ ഫാമിലി ആയിട്ടും കണക്ട് ചെയ്യാനായിട്ട് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ അവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. സ്ട്രെങ്ത്, 4 ഓഫ് വാൻഡ്സ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണ്, കുറച്ചൊരു ആ ഒരു ഇമോഷണൽ ഹാപ്പിനെസ്സിൻ്റെ എനർജി, ആ ഒരു പോസിറ്റീവ് വൈബിലിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ആങ്കർ ഇഷ്യൂസ്, എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിലും അത് കുറച്ചൊരു പീസ്, ഹാർമണിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ എൻജോയ്മെൻറ്റിൻ്റെ എനർജിയാണ്, പ്ലേഫുൾനെസ്സിൻ്റെ എനർജിയാണ്. ഫാമിലി, ഹോം, അവിടെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ടൈമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എവിടെയാണോ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കിട്ടുന്നത് അതിലോട്ട് നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആ ഒരു റോ സൈഡ്, നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, പോളിഷ്ഡ് അല്ലാത്ത എന്തെങ്കിലുമൊക്കെ എനർജീസ് ചിലപ്പോൾ പൊങ്ങി വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്തെങ്കിലും ജഡ്ജ്മെൻ്റലായിട്ടുള്ള എനർജി, വിമർശനത്തിൻ്റെ എനർജിയിലിരിക്കുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആകുക ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ കൂളായിട്ടിരിക്കുക, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പാൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, ന്യൂ ബിഗിനിങ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് ആയിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജി ആയിരിക്കാം. ഒരു കോൺവെർസേഷൻ്റെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. കുറച്ച് പേർ ഈ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. എഗെയിൻ ഇവിടെ ഫിനാൻസ്, മെറ്റീരിയൽ അബണ്ടൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ, എനർജീസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പിരിച്വൽ ട്രൂത്ത്, ആത്മീയമായിട്ടുള്ള സത്യങ്ങൾ കുറച്ച് പേർക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് പേര് വെയിറ്റിംഗ് പീരീഡിൽ ഇരുന്നിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ
പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ലാൻഡായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആണ്, കരിയറിലൊരു ഗ്രോത്ത് ആണ്, അതും നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ എന്തെങ്കിലും സക്സസ്, എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് എൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. ഫൈനൽ എനർജി നോക്കാം. ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഫൈനൽ എനർജി. താങ്ക് യു. ഇവിടെ വന്നിട്ട് ബി ദ ചേഞ്ച് യു വോണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നിങ്ങൾ എന്ത് മാറ്റമാണോ ആഗ്രഹിക്കുന്നത് അത് ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പേഷ്യൻസും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ദേഷ്യം, ആങ്കർ ഇഷ്യൂസ്, നിങ്ങളുടെ ആ ഒരു റോ സൈഡ്, ആരും അധികം കാണാത്ത ആ ഒരു എനർജി പുറത്തോട്ട് വരാനായിട്ടുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ എനർജി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും, നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത്, അതെല്ലാം കുറച്ചൊന്ന് കെയർഫുള്ളാകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ മൺഡേ ഗൈഡൻസ് എന്താണെന്ന്. ജൂൺ 2 എനർജി എന്താണ്. താങ്ക് യു. ക്യൂൺ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു ദിവസം നിങ്ങളോട് മെയിനായിട്ട് നിങ്ങളുടെ ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ വറി ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ശാന്തി, സമാധാനം, ആ ഒരു എനർജി നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം എവിടെയാണ് ഫോക്കസ് കൊടുക്കുന്നത്, എവിടെയാണ് നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ദിവസം വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. താങ്ക് യു. ഫയൽ നമ്പർ 2 മൺഡേ എനർജി. ഓക്കെ, ഏസ് ഓഫ് കപ്സ്, ഹീലിംഗിൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് പേർക്ക് ഓവറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ആയിരിക്കാം, ഹാൻഡ്സിന് പെയിൻ ആയിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊരു റെസ്റ്റ് ആൻഡ് റിപ്പയറിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ആവശ്യത്തിന് വിശ്രമം എടുക്കാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. നൈറ്റ് ഓഫ് സോഡ്സ്, ലവേഴ്സിൻ്റെ എനർജി. അതോടൊപ്പം തന്നെ കുറച്ച് പേർക്ക് ഒത്തിരി സ്പീഡിൻ്റെ എനർജി, ഫാസ്റ്റായിട്ടുള്ള എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ടുള്ള ആ ഒരു ധൃതിയായിരിക്കാം, അല്ലെങ്കിൽ ആൻസേഴ്സ്, സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ടുള്ള ആ ഒരു ധൃതിയായിരിക്കാം. അപ്പോൾ ഈ ഒരു ദിവസം പറയുന്നത് നിങ്ങളുടെ ടൈം നന്നായിട്ട് വൈസായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ധൃതി കൂട്ടാതിരിക്കുക ഒരു കാര്യത്തിനും. കറക്റ്റായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് മുൻഗണന കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചില കാര്യങ്ങൾ റഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കാതെ, ചിന്തിക്കാതെ ഒരു റാഷ് ആയിട്ടുള്ള ഡിസിഷൻ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, അങ്ങനത്തെയൊക്കെ എനർജിയിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പൂർണ്ണരൂപം മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നതാണ്. ക്ലാരിറ്റി, വ്യക്തത കുറച്ച് പേർക്ക് കുറവായിരിക്കും. അപ്പോൾ എന്താണോ നമ്മളുടെ മുന്നിൽ വരുന്നത് അതിന് നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി, സമാധാനത്തോടു കൂടി, ഇവിടെ ലവേഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്, നമ്പർ 6 വരുന്നുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഷോർട്ട് ട്രിപ്സിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, യാത്രകളുടെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യാത്ര പോകുന്ന സമയത്തും നിങ്ങൾക്ക് എന്താണോ ഗോള്, നിങ്ങളുടെ ആ ഒരു എൻഡ് റിസൾട്ട് എന്താണോ അതിനെക്കുറിച്ചിട്ട് ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ഓക്കെ, അതിന് പകരം ആ ഒരു ജേർണി, ആ ഒരു യാത്ര നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും ഒത്തിരി പേരെ ഇന്നത്തെ ദിവസം സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ലവേഴ്സിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ എനർജിയാണ്, പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജിയും വരുന്നുണ്ട്.
അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ 2 കാർഡ്സിലും നമ്പർ 6 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഇന്ന് പറയുന്നത് കുറേ കൂടെ നിങ്ങളെ നർച്ചർ ചെയ്യാനായിട്ട്, നിങ്ങളുടെ ലൗഡ് വൺസിനെ നർച്ചർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സ്നേഹം, കമ്പാഷൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഒത്തിരി ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിലും. നെക്സ്റ്റ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. പാൽ നമ്പർ 2യുടെ ഇന്നത്തെ മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. ഇവിടെ വന്നിട്ട് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് കംപ്ലീഷൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, തീർക്കാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു കാര്യം എൻഡ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ട്, ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയിലോട്ട് കുറച്ച് പേര് സഞ്ചരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലും നമ്പർ 6 ആണ് വന്നേക്കുന്നത്. 6 നമ്പർ ഇന്ന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് അഗെയിൻ ന്യൂ ഇൻസ്പിറേഷൻ, ന്യൂ ഐഡിയാസ് വേൾഡായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ് ആണ് കാണുന്നത്. ബാക്കിലും ഏസ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള എനർജി, ഒത്തിരി ഗ്രോത്ത്, പാഷൻ്റെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഓഫേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. കുറച്ച് പേര് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു ആൻസർ ആയിരിക്കാം, ഒരു ന്യൂസ്, ഇൻഫർമേഷൻ ആയിരിക്കാം. കുറച്ച് പേര് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോം, ഫാമിലി, അത് കൂടുതലായിട്ട് ഈ ഒരു ദിവസം ഫോക്കസിൽ വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. നമുക്ക് നോക്കാം ഫൈനൽ എനർജി എന്താണ്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഡു ഇറ്റ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഡ്രീംസ്, ആഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു എനർജിയാണ്. അവിടെ കുറച്ചും കൂടെ വിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഡ്രീം ചെയ്യുക, നല്ല നല്ല എനർജീസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ബ്ലോക്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. കുറച്ചും കൂടെ വിശ്വസിക്കുക, ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ എബിലിറ്റീസ്, നിങ്ങളുടെ കഴിവുകൾ, അതിനെ കുറച്ചും കൂടെ നിങ്ങൾ പോളിഷ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.